بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതിലേറെ പ്രിയപ്പെട്ട കുട്ടികൾ, മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വളരെയധികം ദീന് പഠിപ്പിക്കേണ്ട ആവശ്യകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങളാണ് ഇൻഷാഅല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലരും ഉണ്ടല്ലോ അല്ലെ, ആർക്കും ഉറക്കൊന്നും വരുന്നില്ലല്ലോ. ഒന്ന് എല്ലാവരും കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റിരുന്നോ? ഇല്ല, നാട്ടിൽ നിന്ന് കുറച്ചൊരു ചൂടിനൊക്കെ സമാധാനം കിട്ടാനാണ് സാധാരണ നമ്മളൊക്കെ വയനാട്ടിൽ കയറിയത്. പടപൊടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊയ്ത്ത് പടാന്ന് പറഞ്ഞ പോലെ ഇവിടെ നാട്ടിനേക്കാൾ ചൂടാണ്. നാട്ടിനേക്കാൾ ചൂടല്ല, എന്നാലും പണ്ടത്തെ പോലെ ആ തണുപ്പ് കാലാവസ്ഥ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഏതായാലും 2030 ആവുമ്പോൾ അതിഭീകരമായ ചൂടാവും എന്നൊക്കെയാണ് പറയുന്നത്. അള്ളാഹു ആക്കട്ടെ. എന്തായാലും ഓരോ കൊല്ലം കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ട് വരുന്നൊരു വിഷയം എന്താണ്? ഇതൊക്കെ തീരും, ഇതൊക്കെ അവസാനിക്കും, ഇനി അധിക കാലമൊന്നും താമസമില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിരുന്നത്. എനിക്ക് പ്രധാനമായും സംസാരിക്കാനുള്ളത് കുട്ടികളോടല്ല. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അധ്യാപകരും ആൾക്കാരൊക്കെ സംസാരിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുട്ടികളുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ മാത്രമാണ് സംസാരിക്കാനുള്ളത്. അത് ഒരു നീണ്ട പ്രസംഗത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെഡിക്കലോട്ട് കൂടിയിട്ട് മുന്നോട്ട് വന്നത്. പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്നോട് ചോദിക്കാം, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി പറയണം. ഒരു ഇന്ററാക്റ്റീവായിട്ട് നമുക്ക് പോവാം. ഒരു പ്രസംഗം ഒരിക്കലും ഈ സദസ്സിന് യോജിച്ചതല്ല എന്നതുകൊണ്ട്. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി, നമ്മളെല്ലാം നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? നമ്മുടെ മക്കൾ നല്ല രീതിയിലാവണം. മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്കാൻ പറഞ്ഞ എന്താണ്? ദുആ ചെയ്യാൻ പറഞ്ഞ എന്താണ്? ആർക്കും പറയാൻ പറ്റാ? മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായി ദുആ ചെയ്യേണ്ട വിഷയം എന്താണ്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ, എന്താണ്? റബ്ബന ഹബ് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വ ദുർരിയ്യാതിനാ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്. എന്താണ് നൽകേണ്ടത്? എന്താണ് കിട്ടേണ്ടത്? ഖുറത അയ്യുൻ, കൺകുളിർമ നൽകണേന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിങ്ങനെ കിടക്കുമ്പോൾ മക്കൾ വന്നിട്ട് തണുത്ത വെള്ളം എടുത്ത് കണ്ണിൽ ഒഴിച്ചെണ്ണാണോ? അല്ലെങ്കിൽ ഭാര്യ വന്നിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം കണ്ണിൽ ഒഴിച്ചെണ്ണാണോ? അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ കണ്ണിൽ ഐസ് വെള്ളം ഒഴിച്ചെണ്ണം എന്നാണോ? വീട്ടിലേക്ക് തണുത്ത വെള്ളം തണുത്ത ജ്യൂസൊക്കെ അടിച്ചേരാ ഭാര്യമാര് കുട്ടികൾ, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം? ഒരിക്കലല്ല. ഇതെന്താണ്? കൺകുളിർമ എന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ മക്കളിലൂടെ കാണാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച, നമ്മളെ പ്രയാസപ്പെട്ട, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സന്തോഷവും സമാധാനവും സാന്ത്വനവും ശാന്തിയും കിട്ടുന്നത്. അതാണ് അല്ലാഹു നമ്മൾ ചോദിക്കുന്നത്. കൺകുളിർമ നൽകുന്ന മക്കളുണ്ടായാൽ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം പറയും. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, ചില രക്ഷിതാക്കളൊക്കെ ചില നാട്ടിലൊക്കെ പോകുമ്പോൾ
ഞങ്ങളെപ്പോലുള്ള പ്രഭാഷകന്മാരോടും പ്രാസംഗികരടക്കം വന്നിട്ട് പറയും, നിങ്ങളൊന്നും എന്റെ കുട്ടിനെ ഉപദേശിക്കുക, നിങ്ങൾക്ക് എപ്പോഴാണ് സമയം ഉണ്ടാവുക? ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇതിപ്പോ തെക്കോട് അങ്ങോട്ട് കൊല്ലത്തും എറണാകുളത്തും അതുപോലെ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ദിവസം 1-2 മണിക്കൂറെങ്കിലും നിങ്ങളുടെ കുട്ടികളെ നമുക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണ്, എത്ര പറഞ്ഞിട്ട് നന്നാവുന്നില്ല, എത്ര ഉപദേശിച്ചിട്ട് നന്നാവുന്നില്ല. എന്താ കാരണം അറിയില്ല. മദ്രസയെ കുറിച്ചൊക്കെ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ നന്നാവുന്നില്ല. ഭയങ്കര പ്രയാസം പറയാം. എന്തായാലും അതിന്റെ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം ഹലാലായത് മാത്രം അവർക്ക് തിന്നാൻ കൊടുക്കുന്നതാണ്. ഹറാമ് തിന്നാൻ കൊടുത്ത മക്കൾ ഒരിക്കലും ഉണ്ടാവില്ല, നന്നാവില്ല. അത് ഒരിക്കലും നേരെയാവില്ല. കാരണം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടിന്റെ നേരെ പെട്രോൾ ഒഴിക്കുക, വണ്ടിന്റെ നേരെ ഉള്ളിൽ ടാങ്കിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തീയാണ് ഇതിന്റെ മേലെ. എന്താ സംഭവിക്കുക? കത്തിലേ. ആ കുട്ടികൾക്ക് നന്നായിട്ടാവും, രക്ഷിതാക്കൾക്ക് അറിയില്ല. രക്ഷിതാക്കളാണ് ചോദിക്കണേ, കത്ത് മുന്നിരിക്കുന്ന കാര്യത്തിൽ. കാരണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു പരിണിതഫലമാണ്. അതേപോലെ നമ്മുടെ മക്കൾക്ക് ഹലാലല്ലാത്ത ഭക്ഷണം നമ്മൾ കൊടുത്താൽ അവരെന്തായി മാറാണ്? നരകത്തിന്റെ വറവുകളായി മാറണം. അവരുടെ ദുആവർഷം കേൾക്കൂല, അവരുടെ അമലുകളൊക്കെ സ്വീകരിക്കൂല. അവർ നരകത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? അവർ ഉദ്യോഗസ്ഥനായി ജീവിക്കണം, തോന്നിയ പോലെ ജീവിക്കണം. പിന്നെ അവരുടെ ഉപദേശിക്കുന്ന കാര്യമുണ്ടാവും, അവർ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടാവും. ഇല്ല, എത്ര പരിശ്രമം ഉണ്ടാവില്ല. നിങ്ങൾ എത്ര നല്ല മദ്രസയിൽ കൊണ്ടാക്കിയാലും അവർ നന്നാവാൻ പോകില്ല. കാരണം എന്താണ്? അവരുടെ ശിരകളിലൂടെ ഒഴുകുന്നത് ഹറാമിന്റെ രക്തമാണ്. ആ രക്തം കൊണ്ട് ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുക എന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഹറാമായ ഭക്ഷണം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കുക. ഹറാമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് പന്തിയർച്ച കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും, അതൊന്നല്ല അവർ ഉദ്ദേശിക്കണേ. നിങ്ങളുടെ സമ്പാദ്യം ആവേണ്ടതുണ്ട്. എങ്കിലും മാത്രം മക്കൾ എവിടെയെങ്കിലും എത്തുള്ളൂ. മക്കൾ ഒന്നാം സ്ഥാനക്കാരെയും 2ാം സ്ഥാനക്കാരെക്കായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ട്. പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിന്റെ ഹലാല് തിന്നാൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്തായോ, മുസ്ലിങ്ങൾ ഹറാമ് തിന്നാൻ കൊടുത്താൽ അതിന്റെ പരിധികളും കുറച്ച് വിദ്യാർത്ഥികളെ കാണിച്ചത്. കാരണം ഹറാമും ഹലാലും ഓർപ്പിച്ച് പഠിപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അബ്കാരി കോൺട്രാക്ടർമാരുടെ മക്കളൊക്കെ നല്ലോണം പഠിപ്പിച്ചാറുണ്ടല്ലോ. പിന്നെന്താ ഇയാൾ ഈ പറയുന്നതിൽ എന്താ അർത്ഥം? അബ്കാരി കോൺട്രാക്ടർമാർക്ക് പഠിച്ചു ദുനിയാവ് എടുക്കും, അതുപോലെ തന്നെ കണ്ട വേശ്യാപുരത്തിൽ നടത്തി ജീവിക്കുന്ന ആളുകൾക്കും ദുനിയാവ് എടുക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹറാം, എന്താണ് ഹലാൽ എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് കൃത്യമായി പറഞ്ഞു തരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് മറികടന്നാൽ അല്ലാഹു അതിന്റെ ശിക്ഷ ദുനിയാവിലേക്ക് തോന്നുന്നു. നമുക്ക് വിജയിക്കാൻ കഴിയില്ല, മക്കളെ വിജയിക്കില്ല. നേരെ മനസ്സിലുള്ളവർക്ക് മഹാനായ ഇമാം അബൂ ഹനീഫ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് വന്ന ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം ഹംബലി, അതുപോലെ തന്നെ ബുഖാരി, ഇമാം ബുഖാരി, മുസ്ലിം, ഇവരുടെ ബുദ്ധി വൈഭവത്തെപ്പറ്റി ചരിത്രം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയും വലിയ ബുദ്ധിശക്തി. ഇമാം ഷാഫിയുടെ ഒരു മെമ്മറൈസിംഗ് കപ്പാസിറ്റി പറയുന്നത് അദ്ദേഹം ലക്ഷക്കണക്കിന് ഹദീസുകൾ അതെന്ന് അറിയാമോ, മനപ്പാടം. ലക്ഷക്കണക്കിന് ഹദീസുകൾ, 1ഉം 2ഉം 1000ഉം 10,000 അല്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ. ഈ ഹദീസുകളിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് മുന്നോട്ട് വെച്ച് എടുത്താൽ അതെന്ത് ചെയ്യും? അതിന്റെ സനദികൾ ബുദ്ധിയുടെ ആ ബുദ്ധിശക്തിയുടെ ആ മെമ്മറൈസിംഗ് കപ്പാസിറ്റിയുടെ അറിയപ്പെടുന്നു. അതിന് കാരണം എന്താണ്? ഞാൻ ചെറിയ കഥ പറയാം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആളുകൾ പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കുക, കേൾക്കാത്തവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. കേട്ടവരെ ശ്രദ്ധിക്കണം, കേട്ടവരെ ശ്രദ്ധിക്കണമെന്നല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു യുവാവ് വളരെയധികം വിഷമങ്ങൾ വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ നടക്കും. അങ്ങനെ പുഴക്കരയിലൂടെയാണ് നടക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുഴയിലൂടെ ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരുന്നത്. എന്താണ് ഒഴുകി വരുന്നത്?
ഒരാപ്പിള്. അപ്പൊ ഇയാൾ നല്ലോണം വിശക്കുന്നുണ്ട്, നല്ല പ്രയാസമുണ്ട്. പെട്ടെന്നുണ്ടെങ്കിൽ പുഴയിലേക്ക് എടുത്തു ചാടി ആ ആപ്പിൾ എടുത്ത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് തോന്നിയത്, കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് തോന്നിയത്, പഠിച്ചവനെ ഇത് എന്റെ ഉടമസ്ഥതയുള്ളതല്ലല്ലോ, ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് എനിക്ക് അനുവദിക്കപ്പെട്ടതാവുക? ആകെ പ്രയാസമായി, ആകെ ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്? ഹറാമ് തിന്നുള്ള ബുദ്ധിമുട്ടാണ്. ഹറാമ് തിന്നാത്തൊരു മനുഷ്യൻ ആരാന്റെ അനുവാദമില്ലാതെ അവകാശങ്ങൾ അനുഭവിക്കാത്ത, ആരാന്റെ മക്കളെ കുറിച്ച് ബോധമെങ്കിൽ മനസ്സിലായതുകൊണ്ടാണ് ആ ടെൻഷൻ വരുന്നത്. അല്ലെങ്കിൽ എന്താ, ഒരാപ്പിളല്ലേ, അതിപ്പോ പുഴയിൽ ഒഴുകിപ്പോയാലും ഞാൻ തിന്നു, വേറെ ആരെങ്കിലൊക്കെ തിന്നു, പിന്നെ ഞാനെന്തിനാ ഇത്ര ബേജാറാവേണ്ട ആവശ്യം? അന്ന് കുഴപ്പമില്ല, അത് കുറച്ചും കൊടുത്തപ്പെടും എന്ന് ചിന്തിക്കും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ വളരെ കാർക്കശക്കാരനാണ്. എന്ത് അനുവാദമില്ലാത്ത ഒരു മുതലെന്റെ വയറ്റിലേക്കോ എന്ന നല്ല കാർക്കശ്യമുള്ള മനുഷ്യനായതുകൊണ്ട് ആ പിഴയിലെ ഓർമ്മിച്ച് നടന്നു. എന്തിനാണ്? എവിടെയാണ് ആപ്പിൾ തോട്ടം നമ്മൾ കണ്ടെത്താൻ? കാരണം സ്വാഭാവികമായും ആ ആപ്പിൾ തോട്ടത്തിനായിരിക്കുമല്ലോ ആപ്പിളുകൾ അതിന്റെ പുറകിലേക്ക് കൊണ്ടുണ്ടാവും. അങ്ങനെ ഇദ്ദേഹം നടന്ന് ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോൾ ആപ്പിൾ തോട്ടം കണ്ടെത്താൻ കഴിഞ്ഞു. അദ്ദേഹം ആപ്പിൾ തോട്ടം കണ്ടെത്തി. അതിൽ ആപ്പിളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേ ഉറപ്പിച്ചു ആപ്പിൾ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പുറകിലേക്ക് ആപ്പിൾ വിടുന്നത്. അദ്ദേഹം പിന്നെ അന്വേഷിക്കുന്നത് ആ നാട്ടിലെ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥനെയാണ്. എത്ര പ്രയാസം ഉണ്ടാവുന്നത് ആലോചിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് തേടി പിടിച്ച് ആ ഉടമസ്ഥന്റെ വീട് കണ്ടുപിടിച്ചിട്ട് അവർജിതനായ ആ ഉടമസ്ഥന്റെ വീട്ടിലെത്തിയിട്ട് ആ വീടിന് വാതിൽ വെക്കുകയാണ്. അവന്റെ രണ്ടാളും വാതിൽ തുറന്നു. അപ്പോ ഈ യുവാവ് പറയാണ്, ഞാൻ വളരെ ദൂരത്തുനിന്നാണ്, ഞാൻ വഴിപോക്കലാണ്, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ചോദിച്ചു, അബദ്ധോ? എന്താണ് അബദ്ധം? ഞാൻ വളരെ വിഷമം പുഴക്കരയിലൂടെ നടക്കുമ്പോ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് മുതിർന്നൊരു രാത്രി പുഴയിലൂടെ എന്ത് വരുന്നുണ്ടായിരുന്നു, ഞാനതൊക്കെ കഴിച്ചു. നിങ്ങളോട് അനുവാദം ചെയ്തിട്ട് അതിന് സാവകാശം എനിക്കുണ്ടായിരുന്നു, അത്രത്തോളം വിശപ്പെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഗ്രഹരാജ് ചോദിച്ചു, ഞാൻ എന്ത് വേണം? നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടു. ഇത് കേട്ടപ്പോ അയാൾ നമ്പറുണ്ട്, ഈ ഗ്രഹനാഥ് വീട്ടുകാരുടെ നമ്പറുണ്ട്. അതെങ്ങനെ ഈ വന്ന യുവാവിനെ അതുകൊണ്ടുവന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടുന്നത് പൊരുത്തപ്പെടുന്ന പ്രശ്നം തന്നെയാണ്. ആകെ പ്രയാസമായി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും ദൂരം ഞാൻ നടന്നു വന്ന് നിങ്ങൾ ഓടും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള പൊരുത്തപ്പെടുന്നത് പോയി പണിയാക്കുന്നത് ഇത് പ്രശ്നമില്ലാന്ന് പറയും. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല. കാരണം ആ മനുഷ്യൻ അവിടെ കിടന്ന് അവിടെ കിടന്ന് വേദനിക്കാൻ. കാരണം ഇയാൾ യാത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹലാലല്ലാത്ത ഒരു സാധനം രക്തത്തിലുണ്ടാവുകയോ എന്ന് വിചാരിച്ച് പ്രയാസം ടെൻഷൻ വെച്ച് അയാളെ വീട്ടിന്റെ വീട്ടിൽ പോകാൻ അവിടെ തന്നെ നിന്നു. അപ്പൊ ഗ്രന്ഥാരം പറഞ്ഞു, പൊരുത്തപ്പെടാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. പൊരുത്തപ്പെടാം, ഒരു വാദിയുണ്ട്. എന്താണ് കണ്ടീഷൻ? എനിക്കൊരു മകളുണ്ട്, ആ മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. നമുക്ക് വിചാരിക്കുമോ നല്ല നല്ല ഒരിതാണല്ലോ, നല്ല കണ്ടീഷനാണല്ലോ. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കാൻ പറ്റേ. എന്റെ മകൾ എങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. എന്റെ മകൾക്ക് തീരെ സൗന്ദര്യമില്ല, വിരൂപിയാണ്. കണ്ടാൽ ഒത്തു നോക്കാൻ പറ്റാത്ത രീതിയിൽ സൗന്ദര്യമില്ലാത്തവരാണ്, വിരൂപിയാണ്. രണ്ട്, അവൾ അന്ധയാണ്, കണ്ണാവില്ല. അപ്പോഴും അന്ധയാണ്, ഓക്കെ. പിന്നെ അവൾ ബധിരയാണ്, ചെവി കേൾക്കില്ല. അയ്യോ പടച്ചോനെ, കണ്ണു കാണില്ല, ചെവിയും കേൾക്കില്ല. പിന്നെ അവൾ മൂകയാണ്, സംസാരിക്കില്ല. അയാൾ ഒന്നായി, കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, സംസാരിക്കുകയും ചെയ്യില്ല. കാണാതെ രസമില്ല, വിരോധിയാണ്. അവളുടെ കയ്യിൽ സ്വാധീന ശക്തിയില്ല, കയ്യിൽ സ്വാധീന ശക്തിയില്ല. നടക്കാൻ പറ്റില്ല, കാലിനും സ്വാധീനില്ല, നടക്കുകയും ചെയ്യില്ല. അയാളകത്ത് നടക്കുന്നു. സൗന്ദര്യമില്ല, കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരശേഷിയില്ല, വികലാംഗയാണ്. നടക്കാനും കാര്യങ്ങൾ ചെയ്യാനൊന്നും കഴിയില്ല. ആകെ കൂടിയൊരു മനുഷ്യൻ. അത്രയുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, ഇയാൾ ആകെ പ്രയാസപ്പെട്ടു. പക്ഷെ അയാളുടെ മനസ്സ് നല്ല മനസ്സാക്ഷി പറഞ്ഞു, സമ്മതിച്ചു. എന്താണ്
ആപ്പിളിന്റെ ഉടമസ്ഥനാണ് ഇയാൾ. അത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടെങ്കിൽ ഈ ഒരു എന്ന് അയാളുടെ മനസ്സായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞാൻ കഴിക്കാം, വിവാഹം കഴിക്കാം. അപ്പൊ അത് സ്വീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിവാഹം നടന്നു. വിവാഹം നടക്കുന്നത് വരെ ഈ പെൺകുട്ടി ഞാൻ കാണുന്നില്ല, കാണിച്ചു കൊടുക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ് അയാളുടെ കൈ പിടിച്ച് നിക്കാഹൊക്കെ പറഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളുടെ മുന്നിലേക്ക് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടിരുന്നത്. പെൺകുട്ടി ഇങ്ങനെ കണ്ടപ്പോ അയാൾ പറഞ്ഞത് സൗന്ദര്യമില്ലാത്ത പെൺകുട്ടിയാണെന്നാണ്. പക്ഷേ അദ്ദേഹം കൈ പിടിച്ചു വരുന്നത് അതിസുന്ദരിയായ പെൺകുട്ടിയാണ്. അയാൾ പറഞ്ഞത് കണ്ടു കാണാത്തൊരു കുട്ടിയാണെന്നാണ്. പക്ഷെ കണ്ണിന് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കണ്ണ് കാണുന്നുണ്ട്. ചെവി കേൾക്കാത്ത കുട്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ചെവി കേൾക്കാത്ത ചെവിയും കേൾക്കുന്നുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണെന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കയ്യിന് പ്രശ്നമില്ല, കാലിന് പ്രശ്നമില്ല, വീടാക്കിയാൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കണ്ണിനോ മൂക്കിനോ വായക്കോ ചെവിക്കോ കയ്യിനോ കാലിനോ ഒരു കുഴപ്പമില്ലാത്ത അതിസുന്ദരിയായ ഈ ഉടമസ്ഥൻ ആപ്പിൾത്തോട്ടത്തിന്റെ ഉടമസ്ഥ വരുന്നത് ഇത് കണ്ടപ്പോ ഞാൻ ആദ്യം വീട്ടിൽ ചോദിച്ചു, ഇതാരാണ്? ഇതൊന്നല്ല എന്റെ ഭാര്യ. എന്റെ ഭാര്യ അവിടെ അന്ധയായ, ബധിരയായ, ഭീതിയായ, വികലാംഗയായ, ഗർഭിണിയായ എന്റെ ഭാര്യ എവിടെ ചോദിച്ചപ്പോ ആ പിതാവ് മറുപടി കൊടുക്കുന്നതാണ്, നിങ്ങൾ ഇത് തന്നെയാണ് എന്റെ മകൾ. എന്റെ മകൾക്ക് സൗന്ദര്യമില്ല, മറ്റുള്ളവരെ കാണിക്കുന്ന സൗകര്യം, അന്യദോഷങ്ങളിൽ തുറന്നു വെക്കുന്ന സൗകര്യം എന്റെ മകൾക്കില്ല. എന്റെ മകൾക്ക് കാഴ്ചയില്ല, ഹറാമുകളാണെന്ന് അർത്ഥമില്ല. എന്റെ മകൾക്ക് കേൾവിയില്ല, ഹറാമ് കേൾക്കുന്ന കേൾക്കുന്നില്ല. എന്റെ മകൾക്ക് സംസാരശേഷിയില്ല, ഹറാമ് സംസാരിക്കുന്ന. എന്റെ മകളുടെ കൈകൾ പ്രവർത്തിക്കില്ല, ഹറാമ് പ്രവർത്തിക്കില്ല. എന്റെ മകളുടെ കാലുകൾ ചലിക്കില്ല, ഹറാമ് ചലിക്കില്ല. എന്റെ കുട്ടി ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അവൾക്ക് അനുയോജ്യമായ ഒരു വരനെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് വൃദ്ധമുണ്ടായിരുന്നു. എന്റെ കുട്ടിക്ക് ഞാൻ നിങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ഒരു ആപ്പിളിന്റെ ഇത്രയും പ്രയാസപ്പെട്ടു, ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ വീടിന്റെ മുന്നിൽ നിങ്ങൾ എത്തണമെങ്കിൽ അത്രത്തോളം ജീവിതത്തിൽ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതായ ആയിരം ഉണ്ടാവണം എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു, എത്രത്തോളം ഇയാളുടെ രക്തശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മകളെ കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞത്. ഈ ദുനിയാവിൽ എന്റെ കുട്ടിക്ക് അങ്ങേക്കാൾ അനുയോജ്യനായ ഒരാളെ കണ്ടെത്താൻ എനിക്ക് സാധിക്കുമെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ മകനുണ്ടായി വിദേശത്തിന്റെ ഈ പറയുന്ന മാതാപിതാക്കളുടെ കുട്ടിയാണ് ഇമാം അബൂ ഹനീഫ എന്നാണ് എന്റെ ഓർമ്മ. ഈ മാതാപിതാക്കളുടെ ഇത്രത്തോളം ഹറാമിന്റെ മനുഷ്യൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ആഗ്രഹത്തിന് നിർബന്ധം പിടിച്ചാൽ മാത്രമേ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അവരെ ഓരോരുത്തരും ഉന്നതത്തിലേക്ക് നോക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെയായിരുന്നു പ്രവാചകൻ ഭയങ്കര സ്ട്രിക്റ്റുള്ള ആളായിരുന്നു. നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇപ്പൊ ഇങ്ങനെ കുട്ടികളെ ഇപ്പൊ സാധാരണ പള്ളിയിൽ കുട്ടികളൊന്നും ഒച്ചപാടുണ്ടാക്കുമ്പോൾ പ്രായം ആളുകൾക്കുണ്ടാകും. പള്ളിയിൽ വരുന്ന ആളുകൾ ഭയങ്കര വീടാണ്. അതിലുള്ള എന്തിനും കുട്ടികളുണ്ട് പള്ളിയിൽ വരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില പക്വതകളിലേക്ക് വരുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ശബ്ദം പള്ളിയിൽ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ പള്ളിയുമായി അകന്നു പോകുമെന്നാണ് എന്റെ അർത്ഥം. പുരുഷന്റെ മത്സരം എങ്ങനെയായിരുന്നു? ഒരിക്കലും ഒരു വർണ്ണ വിസ്താരത്തിൽ സുജൂദ് കഴിയുന്നില്ല. ഹസനും ഹുസൈനും ഓരോ ഒരാളെ അവിടെ ഇരിക്കാൻ ആ ഇരുത്തം കൊണ്ട് നഷ്ടം ചെയ്യാൻ പറ്റുന്നില്ല, സുഹൃത്തിനേക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വെച്ചിട്ട് പ്രവാചക നമസ്കാരം കഴിഞ്ഞ് രണ്ടടി കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്ട്രിക്റ്റായ ഒരു മനുഷ്യരായിരുന്നില്ല. നന്നായി കുട്ടികളുമായി ആനയിക്കുമായിരുന്നു. പ്രവാചകൻ ആലോചിക്കാൻ എന്തെങ്കിലും ആലോചിച്ചു കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഇങ്ങനെ
പിന്നെ പ്രവാചകന്റെ ഉദയത്തുകാരി കാപ്പാനെ പോലെങ്കിലും 3-4 മക്കളൊക്കെ ഇതൊന്നും ആലോചിച്ചു സുന്ദരമായിട്ട് എന്താണ് നബി മുത്തുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹസനബിനെ വരികയാണ് മദീനപ്പതിലേക്ക് ഇറങ്ങി വരികയാണ്. നേരെ പോയി ഹസനബിന്റെ വാട് എടുത്തിട്ട് തിരിച്ച് മുമ്പിലേക്ക് വന്നതാണ്. ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ കൊടുക്കൊള്ളാൻ പ്രവാചകൻ കുട്ടികളെ അത്രമാത്രം സില്ലിയായിട്ടാണ് പെരുമാറിയത്, വളരെ സിമ്പിളായിട്ടാണ് പെരുമാറിയത്. കുട്ടികളെ കെട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും എന്തായാലും പാടില്ല. പക്ഷേ പ്രവാചകനാണ് നിലപാടെടുത്ത സന്ദർഭങ്ങളുണ്ട്. കുട്ടികളുടെ വിഷയത്തിൽ മനുഷ്യരുടെ നിലപാടുകൾ എടുക്കുന്നത് ഒരിക്കലും സക്കാത്തിന്റെ മുകളിൽ വരുന്നത് ഉറച്ച ഈത്തപ്പഴം. ഈ ഈത്തപ്പഴം എടുത്തിട്ട് തിന്നാൻ പറഞ്ഞു. റസൂലിനെ കണ്ടു കൊടുങ്കാറ്റ് വരെ റസൂലത്തെ ഒപ്പം ചില കൊടുങ്കാറ്റ് പോലെ ആ കുട്ടിയെ വേറെ കുട്ടിന്റെ അടുത്തെത്തി. ഒരു വളരെ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് വളരെ ഉള്ളിലേക്ക് വരലുണ്ട്. എന്നിട്ട് ആ ഈത്തപ്പഴം കൊണ്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അത് പറഞ്ഞു മനം കുട്ടിക്കണം പറഞ്ഞു. എന്നിട്ട് അത് വായിലെടുത്ത് പുറത്തേക്ക് എടുത്തു പറഞ്ഞു. അതിന് ഇസ്ലാം പറഞ്ഞു, സക്കാത്തിന്റെ മുകളിൽ നമ്മൾ അഹ്ലു ബൈത്ത് കാലത്ത് ഹലാലല്ല എന്ന് നമുക്ക് അറിയില്ലേ, പിന്നെ ഇങ്ങനെയാണ് എടുത്തുന്ന നിങ്ങൾ ആലോചിച്ച് നോക്ക്. സക്കാത്തിന്റെ മുതൽ ആർക്കുള്ളതാണ്? മദീനയിലെ മുസ്ലിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സക്കാത്തിന്റെ അവകാശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഒരു ഈത്തപ്പഴം തിന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അനുവദിച്ചു കൊടുക്കില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചങ്കിലെ ചോര വരെ പ്രവാചകന് നൽകാൻ തയ്യാറായി നിൽക്കുന്ന ആ മനുഷ്യൻ ഒരു ഈത്തപ്പഴം പെട്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ബന്ധപ്പെട്ട് കൊടുക്കും, ഒരു സംശയമില്ല. പക്ഷേ സക്കാത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, നമുക്ക് അർഹതപ്പെടാത്തതാണ്. അതുകൊണ്ട് ഒരു അർഹതയില്ലാത്തത്, അവകാശമില്ലാത്തത് നിന്റെ അങ്ങനെ പ്രയാസങ്ങളുള്ള കടലുകയും നിർബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവൃത്തി ചെയ്തത്. ഇങ്ങനെയാവണമെന്ന് ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും കുട്ടികൾക്ക് ഹറാമുമായി പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പൈസയുമായി ബന്ധപ്പെട്ട് അതുമായി നമ്മൾ എടുത്തു നമ്മുടെ മക്കളിൽ കയറാൻ ഇടവരരുത്. അതുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളുണ്ടാക്കിയ വീടുകളിൽ നമ്മുടെ മക്കൾ താമസിക്കാൻ ഇടവരരുത്. പിന്നെ അവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളിൽ നിന്ന് അവരെ ആദ്യമായി വിഷയം അവരുടെ ഉള്ളിലേക്കും അവരുടെ വസ്ത്രവും ഹറാമായിട്ട് മാറാനായിട്ട് നമ്മൾ എത്ര ഉപദേശിക്കുന്നതാണ് കാര്യം, എത്ര നന്നാക്കാൻ നോക്കിയിട്ടാണ് കാര്യം. അതുകൊണ്ടാണ് സഹാബത്തിന്റെ പ്രശ്നമില്ല, ഹറാമ കൊണ്ട് കഴിയുന്നു. അവകാശമില്ലാത്ത ഒരു മുതലും കൊണ്ട് മക്കൾ നാശിക്കുന്നത്, മക്കൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? മക്കൾക്ക് ഹറാമിന്റെ തിന്നാൻ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വരുമാനം ക്ലിയറാണോ? നിങ്ങളുടെ വരുമാനം പത്രമേക്കാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു പ്രയാസത്തോടെ നിങ്ങളുടെ മക്കൾ നന്നാക്കാൻ നിങ്ങളുടെ വരുമാനം ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമില്ലാമോ? നിങ്ങൾ എത്ര നല്ല മദർസയിൽ അറിയില്ല. നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ എത്ര നല്ല ഉസ്താദുമാർ വന്നാലും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ദീൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. രാവിലെ 1-2 മണിക്കൂർ പറഞ്ഞു വരുന്ന മദ്രസാധ്യാപകർക്ക് എന്തോ മായാകാലം കാണിച്ചു നിങ്ങളുടെ മക്കളെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. സർദ്ദത്ത് കൊടുക്കുന്നതാണ് നിങ്ങളെ നിശ്ചയിക്കാൻ വിഷയമ കഴിച്ച പ്രായത്തെ 7 വയസ്സാണ് അല്ലെ? കുട്ടികൾക്കറിയാം
7ാമത്തെ വയസ്സിലാണ് നമസ്കാരം കൊണ്ട് കഴിപ്പിക്കണമെന്ന് കഴിപ്പിക്കുന്നു പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നിസ്കരിക്കാൻ പറഞ്ഞതല്ല, ആഴ്ചയിൽ ഒരു ദിവസം നിസ്കരിക്കാൻ പറഞ്ഞ് ബാക്കി ദിവസം വേണ്ട, അതല്ല. എല്ലാ ദിവസവും എല്ലാ അവർ നിസ്കരിക്കാൻ പറയണം. അത് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കടുപ്പിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. അത് നിസ്കരിക്കണം. നിസ്കരിക്കാതെ എനിക്ക് ജീവിക്കുമ്പോൾ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ. 7 വയസ്സ് 8 വയസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം, 9 വയസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോനെ ഉപയോഗിച്ചിരിക്കും, മോനെ അസുഖിച്ചിരിക്കും, മോനെ മറുപടിച്ചിരിക്കും, മോനെ എല്ലാം വിസ്തരിക്കും. 7ാമത്തെ വയസ്സിൽ 8ാമത്തെ വയസ്സിൽ 9ാമത്തെ വയസ്സിൽ ഇത്രയും ദിവസം 1000 ദിവസത്തിലധികം എല്ലാ ദിവസവും 1000 ദിവസത്തിലധികം എല്ലാ ദിവസവും 5 നിസ്കരിക്കാൻ 10 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടികളെ പറയാതെ നിസ്കരിക്കുന്ന അവസ്ഥ. മനസ്സിലാക്കി 10 വയസ്സാകുമ്പോൾ പറയാതെ നിസ്കരിക്കുന്ന അവസ്ഥ കുട്ടികളുണ്ടാവണം. പറഞ്ഞിട്ട് നിസ്കരിക്കാതെ അധികം പറഞ്ഞു. 10 വയസ്സായിരുന്നു നിസ്കരിച്ചിട്ടില്ലേ? നിങ്ങൾ പറയേണ്ടതില്ല, പറയാതെ നമ്മളോട് നിസ്കരിക്കണം. സ്വീകരിച്ചിട്ടില്ല, പറയാതെ 10 വയസ്സാണ് മക്കളെന്ന്. ഇതിന് കൈതാക്കണ്ട. ഇതിന് സ്വീകരിച്ച ആളുകൾ, സ്വീകരിക്കാത്ത ആളുകൾ, ഇതിന് സ്വീകരിക്കാത്ത ആളുകളില്ല. സ്വബി നിസ്കരിക്കാത്ത ആളുകളെ കൈകാത്താണ്. സത്യം പറയാവുള്ളൂ. ഞാൻ ശുരുക്കാണെന്ന് കുറിച്ചാണ് എല്ലാവരും അതിങ്ങളൊന്നും പറയുന്നില്ല. എന്നൊക്കെ പറയുന്ന തരാ. ഇതിലാതെ ഞാനിപ്പോൾ ഉണ്ടായിരുന്നല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വലിയ നിസ്കരിച്ചോ? ഇപ്പൊ വീട്ടിൽ നിസ്കരിച്ച ആൾക്കാരൊക്കെ പള്ളിയിൽ നിസ്കരിച്ച ആൾക്കാരോ? പള്ളിയിൽ നിന്ന് വീട്ടിൽ നിസ്കരിച്ച ആൾക്കാരുണ്ടോ? രണ്ടും നിസ്കരിച്ചോ? ഓക്കെ. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. 10 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ നമ്മൾ പറയാതെ നിസ്കരിക്കാൻ തുടങ്ങണം. 10 വയസ്സിൽ കുട്ടികളോട് പറയേണ്ട അവസ്ഥ ഉണ്ടായാൽ മോനെ നിസ്കരിക്കുക. 10 വയസ്സിലെ കുട്ടികളോട് പറയേണ്ടി അത് ആഗ്രഹമാണ് നമ്മുടെ പറയുന്നത്. കാരണം കുട്ടി നിസ്കരിച്ച് പഠിക്കുന്നുണ്ട്. ആ പള്ളിയിൽ കുട്ടികൾ 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടികൾ പള്ളിയിൽ പോകുമ്പോൾ അവർ കൂടുതൽ കുട്ടികളുണ്ടാണ്. അവർ പ്രത്യേകിച്ച് വെക്കേഷനാണല്ലോ, കഴിഞ്ഞു. ഈ 2 മാസമാണ് സുവർണാവസ്ഥയാണ്. അവർ പള്ളിയുമായി ബന്ധപ്പെടുന്നത്. കാരണം നിങ്ങൾ കാലശേഷിലേക്ക് കൊണ്ടുവരുന്ന അവരാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അവർ ഉപയോഗിക്കും. അത് പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കട്ടെ, അതല്ലെങ്കിൽ അന്നാതിരിക്കുന്നവരിലേക്ക് അവർക്ക് രണ്ടാമതായി ശ്രദ്ധിക്കുന്നത് അവരുടെ മതവിഷ്ണു ശ്രദ്ധിക്കാൻ. 3ാമതായി അവരുടെ കൂട്ടിൽ അവരുടെ തീയതിയിൽ കൃത്യമായിരിക്കണം. കാരണം എന്താണെന്നറിയോ? ഈ മക്കൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ സദസ് സെറ്റ് ചെയ്യേണ്ടി വരുന്നത് രക്ഷിതാക്കളും മക്കളും വേറെ എത്തിക്കാൻ. ഇപ്പം നമുക്ക് നല്ല ലിമിറ്റേഷൻ ഉണ്ട്. പറയുന്നത് രക്ഷിതാക്കളോട് സംസാരിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, കുട്ടികളോട് സംസാരിക്കുന്നതിലും ലിമിറ്റേഷൻ ഉണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ മക്കളുടെ വിഷയത്തിൽ അവരുടെ തീർച്ചയായാണ് കൃത്യമായി അറിയുന്നത്. എല്ലാ കാര്യങ്ങളും അവരോടാണ് വിഷയമുള്ളത്. ഈ പ്രായത്തിൽ അവരിരിക്കുന്ന ഈ കുഞ്ഞു മക്കളുടെ വിഷയം എന്നൊക്കെ പറയുന്നത് മക്കൾ വർഷങ്ങൾ വലുതാകുന്നതുമായി ഒരു 10, 12, 13 വയസ്സ് അവരവരുടെ അവരവരുടെ അടുത്തേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് തീർച്ചയായും ആ സമയമായിട്ടുണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടുണ്ടായിരുന്നു. ഒന്നോ 2, 3, 4 ആളുകളൊക്കെ അങ്ങനെ അടുത്ത് നിൽക്കുന്നവരായി ഉണ്ടാവും. അതാണ് രക്ഷിതാക്കൾക്ക് നമ്മൾ നിർഭയമായിട്ട് അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യം ആ കുട്ടികളാണ്. നിങ്ങൾ ബ്ലൂബെയിൽ ഗെയിമിനെ കുറിച്ച് ഓർക്കുന്നത്? ബ്ലൂബെയിൽ ഗെയിമിന്റെ ഒരുപാട് കുട്ടികളെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടികൾ
ഈ ഗെയിമിന് അഡിക്റ്റ് ആവുന്ന സമയത്ത് മരിച്ച കുട്ടികളുടെ നല്ലൊരു ശതമാനം ബെസ്റ്റ് ഫ്രണ്ട്സിന് അവർ ഈ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന വിഷയം അറിയേണ്ടി. അത് കുട്ടികളുടെ പത്രമാധ്യമ റിപ്പോർട്ടിൽ സംഭവം ഇവര് മരിക്കുന്നതിന്റെ മുന്നേ ഈ ഗെയിം കളിക്കാൻ വരുന്ന അതിന് നല്ല അഡിക്റ്റായി അതിൽ ഏകദേശം ട്രാപ്പ് ആവുന്നതിന് മുന്നേ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പിയർ ഗ്രൂപ്പിലേക്ക് ഈ സംഗതി അറിയാതെ. പക്ഷെ എന്നെ സംബന്ധിച്ചാൽ ഒരു പക്ഷെ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല, അവരുടെ മരണം വരെ എന്തെങ്കില്ല രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഹൈഡ് നോക്കാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ചെയ്യാനുള്ളത് അവരുടെ കൂട്ടുകെട്ട് എന്താണെന്ന് കുട്ടികൾക്ക് അറിയാം. എന്നിട്ട് അവരുടെ രക്ഷിതാക്കളായിട്ട് ബന്ധം വേണം. കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്റെ കുട്ടികൾ എന്താണ് എന്റെ കുട്ടികൾ ആ ചങ്ങാതിന്റെ രക്ഷിതാക്കളായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു ബന്ധം നടത്തുക, ഒരു കോൺടാക്ട് നടത്തുക. അത് വളരെ ഉപകാരമാണ്. പ്രത്യേകിച്ച് ഓമാനമായിട്ട് അവരുടെ കോൺടാക്ട്സും അവരുടെ കാര്യങ്ങളും അവരുടെ മെസ്സേജുകളും അവരുടെ പുറത്തേക്കുള്ള അവരുടെ കമ്പൻസും ഇതൊക്കെ വലിയ കുട്ടികളിലേക്ക്. അപ്പൊ ഈ കുട്ടികളുടെ കുറ്റമാണ് നമ്മൾ മനസ്സിലാക്കി. ഈ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് അവരുടെ പൂർണ്ണമായ ആരാണ്, അവരുടെ പൂർണ്ണമായ മനസ്സിലാക്കുക എന്നതാണ്. എങ്കിൽ അവരുടെ പരിസരം മനസ്സിലാക്കാൻ അവർക്ക് പ്രണയബന്ധങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരെ ആദ്യം അന്നടം വരുന്നത് മണ്ണ് വന്ന് പറയുമോ, എനിക്ക് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ പോയിട്ട് പ്രപ്പോസ് ചെയ്യട്ടെ, ഞാൻ ഇവർ പറയേണ്ടത് മണ്ണ് പറഞ്ഞ് ആരെങ്കിലും പറയുക ഇല്ല. അവരാരുടെ പറയാം, ബെസ്റ്റീസിനോടാണ് പറയാ. ആ ബെസ്റ്റീസ് എങ്ങനെയാണോ അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നത്. പുരാണത്തിൽ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കർഷകരിക്കാം, ആ പെൺകുട്ടികളുടെ അടുത്ത് സുഹൃത്തുക്കളിൽ ചേരുകയാണ്. അപ്പൊ ആ സുഹൃത്തുക്കൾ അറിയിക്കാണ് നീ തനിയേക്ക് പ്രപ്പോസ് ചെയ്ത് ഞാനിന്ന് നിന്റെ പോലെ എന്ന് പറയുമെങ്കിൽ നീ വന്നിട്ട് ആരെ പേടിക്കാനാ എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി തെറ്റിലേക്ക് നടക്കും, ആ കുട്ടിയിലേക്ക് തെറ്റിക്കിടക്കും. നേരെ മറിച്ച് അവരെ എന്റെ വസ്തുതയോട് ചങ്ങാതിയോട് ഈ സംഗതി പറയുക അവരെ പറഞ്ഞെടുക്കാതെ വേണ്ട. അള്ളാഹു ഇഷ്ടമില്ലാത്ത വിഷയമാണ്, മാതാപിതാക്കളെ വഞ്ചിക്കലാണ്, നരകം കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നടക്കുന്നു. അന്ന് കുട്ടി ആദ്യം തന്നെ മാറി ചിന്തിക്കും. എന്താണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികളൊക്കെ ബെസ്റ്റീസാരാണ്, നമ്മുടെ ഗ്രൂപ്പാരാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ രീതി അവരുടെ കൃത്യമായ മനസ്സ് നമുക്കറിയാൻ പറ്റും. എവിടെയാണ് കൃത്യമായി നമുക്കറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മൾ അറിയുന്ന മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വാര ചെയ്യേണ്ടതാണ്. കൃത്യമായ മതവിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നതാണ്. സാധാരണ പറയാറുണ്ട്, കോവിഡ് ചെയ്യുന്ന മറിയത്തിൽ പേമാരില്ല, പേമാരി വിളിച്ചിട്ട് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളോട് കയ്യൊരു പുറകാൻ കൊടുക്കാൻ നമ്മുടെ അറിയാണ് നനയുന്നത് എന്ന് പറഞ്ഞാൽ ആ നനയുന്നത് പറഞ്ഞ രക്ഷിതാവിന്റെ തലമണ്ടൊന്നും കൊടുക്കട്ടെ. കാരണം എന്താ, മഴ നനയാതിരിക്കുന്നതോട് നമുക്ക് റെയിൻകോട്ട് കൊടുക്കണമെങ്കിൽ കുട കൊടുക്കണം. കാലഘട്ടം വെള്ളം തിരിച്ചു പേമാരി പോലെ അഭിനന്ദ പോകുന്നില്ല. സകല സുലഭമായി നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോയത് അങ്ങോട്ട് കൃത്യമായ അമ്മാവിന്റെ കൊടുക്കുന്ന വേദത്തിന്റെ കൃത്യമായ പരിരക്ഷ അവരുടെ കയ്യിൽ കൊടുക്കാതെ വണ്ടാത്തൊന്നും പോകട്ടോ, അങ്ങനെ ചെയ്തോ സ്കൂളിൽ നേരെ വീട്ടിലേക്ക് വന്ന് അവർ എന്നും നന്നാവാണോ. കാരണം അവർക്ക് കിട്ടുന്നത് സ്വകാര്യതയുടെ വലിയ രോഗമാണ്. അവരുടെ സ്വകാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളൊരു മണിക്കൂർ അവർക്ക് ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ അര മണിക്കൂർ അവർക്ക് ഫോൺ എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ചെയ്യാൻ അവർക്ക് നിങ്ങളെ ഡാർക്ക് വെബിലേക്ക് ഇടയാണ് കുട്ടികളെ അറിയുന്നത്. ഈ കൂടുതൽ എത്ര ആൾക്കാർ എന്താണ് ഡാർക്ക് വെബ് നടത്തി എന്താണെന്ന് അതിനൊക്കെ രക്ഷിതാക്കൾ കൈകൊട്ടി നമ്മുടെ കുട്ടികൾ എന്റെ ഉമ്മാക്കറിയില്ല അഹമ്മദില്ലാന്ന് ഡാർക്ക് വെബിനെ കുറിച്ച് അറിയുന്ന എത്ര രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ
നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അറിയാം. അറ്റ്ലീസ്റ്റ് ഒരു 12-13 വയസ്സ് കഴിഞ്ഞ അധിക കുട്ടികൾക്കും ഡാർക്ക് വെബ് വന്നാൽ എന്താണെന്ന് പറയാൻ അതിലേക്ക് ആക്സസ് ചെയ്യുന്നു. വളരെ അപകടകരമായ വലിയ രീതിയിലുള്ള നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള സാമൂഹികോപികളായ അപകടകാരികളായ കുറ്റവാളികൾ വിഹരിക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ ഡാർക്ക് വെബ് പറയുന്നത്. ഡാർക്ക് വെബ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഡാർക്ക് വെബ് ചില വെബ്സൈറ്റുകൾ അതിൽ മനുഷ്യനെ കൊല്ലുന്നത് ഇത്ര ഉറുപ്പ്യ പേ ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ കൊല്ലുന്നത് ലൈവായിട്ട് നിങ്ങൾ ആലോചിച്ചുണ്ടാവാൻ എത്ര ഭീകരമാണ് ആ ഡാർക്ക്. ഈ ഡാർക്കുകളിലേക്ക് ആക്സസ് ചെയ്യുന്ന 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ അവർ എന്തൊക്കെ കാട്ടിക്കൂടുന്നത് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. സ്വപ്നം കാണാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ കൃത്യമായ കൈകൾ അവർക്ക് നന്നായിട്ട് അറിയാം. ഇന്നല്ല 89 വർഷങ്ങൾക്ക് മുമ്പ് 89 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ ടെക്നോളജി എത്രമാത്രം ഇന്നത്തെ ചെറുതായിരുന്നു. അന്ന് ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അശ്ലീല ചിത്രങ്ങളൊക്കെ കാണുന്ന കുട്ടികളുടെ വിഷയത്തിൽ ഒരു ക്ലാസ് എടുത്ത് അവന് സംസാരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ചായ ഒരു കുട്ടി എടുത്ത് പറഞ്ഞു, സാറേ നിങ്ങൾ സംസാരങ്ങൾ വല്ലാതെ സ്വാധീനിച്ചു. ഇത് വല്ലാത്ത സങ്കടമുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയുള്ള സംഗതികളെ കാണുന്നവരാണ്. പക്ഷെ ഞാൻ നിർത്താൻ നോക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ നിർത്താൻ പറ്റുന്നില്ല. നിർത്തിയാലും ഒരാഴ്ചയോട് കൂടി ഞാനിങ്ങനെ തുടങ്ങാണ്. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോണുണ്ടോ? സ്വന്തമായിട്ട് ഫോണുണ്ട്. ഞാൻ ഫോൺ നോക്കട്ടെ. അവൻ ഫോൺ നോക്കുന്നു. ഞാൻ വിചാരിച്ചു